വൈകാതെ ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്ന സൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നരേന്ദ്രമോദി മഹാനായ വ്യക്തിയാണെന്നും സുഹൃത്താണെന്നും ട്രംപ് വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. മോദിയുമായി സംസാരിക്കാറുണ്ടെന്നും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് വൻതോതിൽ നിർത്തിവെച്ചുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. മോദിയുമായുള്ള ചർച്ചകളിൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ച ട്രംപ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ചെറിയ തോതിലെങ്കിലും കുറച്ചത് അമേരിക്കൻ സമ്മർദ്ദം കാരണമാണെന്ന് ആവർത്തിച്ചു. തന്റെ വളരെ നല്ല സുഹൃത്താണ് മോദി. താൻ ഇന്ത്യ സന്ദർശിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുമെന്നാണ് ട്രംപ് ഇന്ത്യൻ സന്ദർശനത്തെക്കുറിച്ച് പറഞ്ഞത്. When you plan and he's a friend of mine, and we speak, and he wants me to go there. We'll figure that out. I'll go. I had a great trip there with Prime Minister Modi. He's a great man, and I'll be going. Novo Nordisk is in the middle. You're planning to go to India next year? No, you're planning to go to India next year, sir? It could be, yeah. അമേരിക്കൻ സമ്മർദ്ദം മൂലം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്ന് ട്രംപ് നേരത്തെയും അവകാശവാദം ഉന്നയിച്ചിരുന്നു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായുള്ള ചർച്ചയ്ക്കിടെയാണ് ട്രംപിന്റെ അവകാശവാദം. പിന്നാലെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇന്ത്യ വലിയ വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് രംഗത്തെത്തിയിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേലുള്ള തീരുവ ഇനിയും ഉയർത്തിയേക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചുവെന്നും അദ്ദേഹത്തോട് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് മോദി തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും അത് തുടർന്നാൽ അവർ വൻതോതിൽ താരിഫ് നൽകേണ്ടി വരുമെന്നുമായിരുന്നു ട്രംപിന്റെ ഭീഷണി. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് രാജ്യത്തെ ജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ എണ്ണ ലഭ്യമാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനാൽ അന്താരാഷ്ട്ര തലത്തിൽ എണ്ണ ഇറക്കുമതി ചെയ്യുമ്പോൾ ഓരോ രാജ്യങ്ങളിലെയും വിലയുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. കുറഞ്ഞ വിലയ്ക്ക് എവിടെ നിന്നാണോ എണ്ണ ലഭിക്കുന്നത് ആ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുക എന്നതാണ് ഇന്ത്യയുടെ നയപരമായ തീരുമാനം. ഈ വിഷയത്തിൽ ഏതെങ്കിലും വിദേശ രാജ്യം ഇടപെടേണ്ട കാര്യമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വിവരങ്ങളുമായി MG മിഥുൻ, ഇത് ആദ്യമായല്ല ട്രംപ് ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്. ഇന്നിപ്പോൾ പുതിയൊരു കാര്യം, ആവശ്യമുണ്ടെങ്കിൽ താൻ ഇന്ത്യയിലേക്ക് പോകും, ഇന്ത്യ സന്ദർശിക്കും, തൻ്റെ അടുത്ത സുഹൃത്തും ഒക്കെയാണ് നരേന്ദ്രമോദി എന്നാണ് പറയുന്നത്. അതിന് ഈ വ്യാപാര കരാറുമായൊക്കെ ബന്ധമുണ്ടോ എന്നതാണ് ഉയർന്നു വരുന്ന സംശയം. ഏത് സാഹചര്യത്തിലാണ് ട്രംപിന്റെ പുതിയ അവകാശവാദങ്ങൾ? ശ്രീജ, നമുക്ക് അറിയാം, മുൻകാലങ്ങളിലും സമാനമായ രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതായത് ഈ വ്യാപാര കരാർ ചർച്ചകൾ ഇടയ്ക്ക് അത് വഴിമുട്ടിയിരുന്നു. അത് ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളായിരുന്നു. അത് പിന്നീട് ആദ്യഘട്ടങ്ങളിൽ ഈ ഒരു ചർച്ചയ്ക്ക് വില്ലനായി നിന്നതെങ്കിൽ പിന്നീട് അത് താരിഫ് യുദ്ധത്തിലേക്ക് പോയി. വലിയ രീതിയിൽ അത് അമേരിക്ക ഇന്ത്യക്ക് മേൽ താരിഫ് ചുമത്തിയതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് അത് വഷളാവുകയും ചെയ്തത്. പിന്നീട് ഒരു ഘട്ടത്തിൽ വീണ്ടും ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കും. ഞാനും മോദിയും തമ്മിൽ നിരന്തരം സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം ഫോണിൽ വിളിച്ച് ഈ കാര്യവുമായി ബന്ധപ്പെട്ട അനുഭവപൂർണ്ണമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചത് എന്നുള്ള ഒരു അവകാശവാദം നേരത്തെയും ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ അന്നും പറഞ്ഞു വെച്ച ചില കാര്യങ്ങളിൽ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കണം, ആ തീരുമാനം ഇന്ത്യ കൈക്കൊണ്ടാൽ മാത്രമേ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് സ്കോപ്പുള്ളൂ എന്നുള്ളതായിരുന്നു അന്ന് ട്രംപ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊരു ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇന്ത്യ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ തോത് അത് ചെറിയ രീതിയിൽ ഗണ്യമായി കുറച്ചിരുന്നു. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു നീക്കമാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അടുത്ത വർഷം ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി താൻ ഇന്ത്യ സന്ദർശിക്കാൻ സന്നദ്ധനാണ്. അതിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ക്ഷണിക്കുകയാണ് എങ്കിൽ താൻ ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറാണ് എന്നടക്കമുള്ള ചില പരാമർശങ്ങളാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. അതായത് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ, ഈ വിഷയത്തിൽ തുടർ നടപടികൾ ഉണ്ടാകണം. അതായത് ഈ എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് ഗണ്യമായി കുറച്ചുകൊണ്ട് അത് പൂർണ്ണമായും അമേരിക്ക ആവശ്യപ്പെട്ടതുപോലെ തന്നെ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് ഇന്ത്യ പോകണം. അത് വന്നാൽ മാത്രമേ മറ്റ് ചർച്ചകളിലേക്ക് കടക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. 5ാം ഘട്ട ചർച്ചകൾ മാത്രമാണ് ഇപ്പോഴും വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അത് ഇപ്പോഴും പൂർണ്ണ തോതിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് സ്വാഭാവികമായും ഇന്ത്യയും തയ്യാറാകണം, ഒപ്പം തന്നെ അമേരിക്കയും തയ്യാറാകേണ്ട ഒരു സ്ഥിതിവിശേഷം ഈ ഒരു
വ്യാപാര കരാറിന്മേലുണ്ട്. അതുകൊണ്ട് തന്നെ ആ നടപടികൾ കൈക്കൊള്ളണമെങ്കിൽ ഈ വിഷയം പൂർണ്ണമായും രമ്യമായി പരിഹരിച്ചാൽ മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ്. എന്തായാലും നിലവിലൊരു സൂചന മാത്രമാണ് നൽകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കാൻ സന്നദ്ധനാണ് എന്നുള്ളതാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കുന്നത്. മുൻകാലങ്ങളിലും ഇതേ രീതിയിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് ആ വാക്ക് മാറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും നിലവിൽ ചില ഇന്ത്യയെ സംബന്ധിച്ച് ഈ താരിഫ് യുദ്ധങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ പോലും ഈ ഒരു വിഷയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു സൂചന തന്നെയാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്കയിൽ സർക്കാർ ഷട്ട് ഡൌണിനെ തുടർന്ന് 40 വിമാനത്താവളങ്ങളിൽ പ്രതിസന്ധി. എയർപോർട്ടുകളിൽ ജീവനക്കാരുടെ കുറവ് മൂലം 10% സർവീസുകൾ നിർത്തലാക്കുമെന്നാണ് വിവരം. എന്നാൽ അന്താരാഷ്ട്ര സർവീസുകളെ ഇത് ബാധിക്കില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഷട്ട് ഡൌൺ അവസാനിപ്പിക്കാൻ വാഷിംഗ്ടണിൽ ചർച്ചകൾ തുടരുകയാണെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വിശദീകരണം. എയർപോർട്ടുകളിലെ ജീവനക്കാരുടെ കുറവാണ് വിമാന സർവീസുകൾ നിർത്തലാക്കാനുള്ള കാരണമായി സർക്കാർ പറയുന്നത്. പുതിയ തീരുമാനം അമേരിക്കയിലെ 40 എയർപോർട്ടുകളെ പ്രതികൂലമായി ബാധിക്കും. അന്താരാഷ്ട്ര സർവീസുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കുമെന്നാണ് വിമാന കമ്പനികൾ അറിയിച്ചിട്ടുള്ളത്. വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെയും ഇത് സാരമായി ബാധിക്കും. അതേസമയം അമേരിക്കയിൽ സർക്കാർ ഷട്ട് ഡൌൺ 1 മാസം പിന്നിടുമ്പോൾ ദശലക്ഷക്കണക്കിന് പൌരന്മാർ ഭക്ഷ്യസഹായം മുടങ്ങുമോ എന്ന ആശങ്കയിലാണ്. ആരും പട്ടിണി കിടക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ധനസഹായം തുടരാൻ നിയമപരമായ വഴികൾ തേടാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കിയെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാവുമെന്ന ആശങ്ക ശക്തമാണ്. സർക്കാർ ഫണ്ട് നിലച്ചതോടെ ഏകദേശം 4.2 കോടി ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിമാസ ഭക്ഷ്യസഹായമായ സപ്ലിമെന്റൽ ന്യൂട്രീഷൻ അസിസ്റ്റന്റ് പ്രോഗ്രാം ആനുകൂല്യം നവംബർ 1 മുതൽ മുടങ്ങുമെന്ന ആശങ്കയുണ്ടായിരുന്നു. ഫണ്ട് മുടങ്ങാതിരിക്കാൻ അടിയന്തര സഹായനിധി ഉപയോഗിക്കണമെന്ന് റോഡ് ഐലൻഡിലെ ഒരു ഫെഡറൽ ജഡ്ജി ഉത്തരവിട്ടതോടെയാണ് ആനുകൂല്യം ലഭിച്ചത്. ഒക്ടോബർ 1 തുടങ്ങിയ ഷട്ട്ഡൌൺ 2ാം മാസത്തിലേക്ക് കടന്നു. ശമ്പളം കിട്ടാതെ വലയുന്ന ഫെഡറൽ ജീവനക്കാരും അടിസ്ഥാന സേവനങ്ങൾ നിലച്ചതിനാൽ ദുരിതത്തിലായ ലക്ഷക്കണക്കിന് അമേരിക്കക്കാരും ഷട്ട്ഡൌണിന്റെ ഇരകളാകുകയാണ്. റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും പരസ്പരം പഴിചാരി മുന്നോട്ടു പോകുമ്പോൾ ഷട്ട്ഡൌൺ കൂടുതൽ മേഖലകളെ ബാധിക്കുകയാണ്. ഈ വാരാന്ത്യം മുതൽ ഷട്ട്ഡൌണിന്റെ പൂർണ്ണപ്രഹരം സാധാരണക്കാർക്ക് നേരിടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ. ഷട്ട്ഡൌൺ അവസാനിപ്പിക്കാൻ വാഷിംഗ്ടണിൽ ചർച്ചകൾ തുടരുകയാണെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. പക്ഷേ ആരോഗ്യ പരിരക്ഷ, സബ്സിഡി ഉൾപ്പെടെയുള്ള ധന അനുമതി ബില്ല് പാസാക്കാൻ ആവില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഡെമോക്രാറ്റുകൾ. ബിൽ പാസാക്കാൻ സെനറ്റിലെ 60 അംഗങ്ങളുടെ പിന്തുണ വേണമെന്നിരിക്കെ ഡെമോക്രാറ്റുകളെ അനുനയിപ്പിക്കാതെ ട്രംപിന് മറ്റു വഴികളില്ല. മറിച്ചായാൽ ഷട്ട്ഡൌൺ അനന്തമായി നീണ്ടേക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.